ശിവപ്രിയയുടെ ബന്ധുക്കളുടെ ആരോപണം തള്ളി തിരുവനന്തപുരം SIT ആശുപത്രി സൂപ്രണ്ട് രംഗത്തെത്തി. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ യുവതിക്ക് പനിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വീട്ടിൽ പോയതിനു ശേഷമാണ് യുവതിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്ന് ഡോക്ടർ ബിന്ദു. 4 മണിക്ക് മെംബ്രെയിൻ റപ്ചർ ചെയ്തു. 5:45 അവൾ പ്രസവിച്ചു. അപ്പൊ ഇൻട്രാപാർട്ടം ഒരു സെപ്സിസിന്റെ ഒരു ലക്ഷണങ്ങളും പ്രസവ മുറിയിൽ സമയത്ത് അവൾക്ക് ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങളില്ല. പ്രസവ മുറിയിൽ പ്രസവത്തിന്റെ സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. അതിൽ ആദ്യത്തെ സ്വാബുകളിലും ആദ്യത്തെ കൾച്ചറിലും ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റുകളിലും ഒന്നും തന്നെ ഒരു അണുബാധയും വന്നിട്ടില്ല. അതെല്ലാം സ്റ്റെറൈൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്നാൽ കാലക്രമേണ ആ ദിവസങ്ങൾക്ക് ശേഷം ആണ് തെളിഞ്ഞു വന്നത് സ്റ്റാഫിലോകോക്കസ് ഓറിയസ് ബ്ലഡിൽ. അതൊരു ശരിക്കും മാരകമായ ഒരു അണു തന്നെയാണ്. ടോക്സിക് എവിടെ നിന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പേഷ്യന്റിൽ തന്നെ ഫോക്കസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇതൊരു ഔട്ട് ബ്രേക്ക് അല്ല. മറ്റ് ന്യൂ ബോണുകൾക്ക് അല്ലെ മറ്റ് മദേഴ്സിനും ഇത് തന്നെ വരണം. അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് O4 യൂണിറ്റിന്റെ വാർഡിൽ നിന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതുപോലെ ലേബർ റൂമിലും വേറെ ആക്കപ്പോൾ ഒരു രോഗിയിൽ തന്നെ ഉള്ള അണുബാധ ഒരു സ്ട്രെസ് സിറ്റുവേഷൻ ആയപ്പോൾ അത് എക്സാസർബേറ്റ് ചെയ്തതാണോ ഫ്ലെയർ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. ഓരോരുത്തരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഡിഫറെന്റ് ആണ്.